സ്വന്തം അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ശ്രീതുവിന്റെ എല്ലാ തല്ലുകൊള്ളിത്തരങ്ങളും അമ്മയ്ക്ക് അറിയാമോ? എല്ലാം അറിയും. അമ്മയ്ക്ക് അറിയാത്തത് ഒന്നുമേ ഇല്ല. എല്ലാമേ അറിയും. അവിടെ അറിഞ്ഞത് അവിടെ അറിയും. ആണല്ലേ? അപ്പൊ ശ്രീതു ചെയ്യുന്ന ഏറ്റവും വലിയൊരു നോട്ടിനെസ് എന്താണ് അമ്മയുടെ മുന്നില്? അമ്മയല്ല, പക്ഷെ അമ്മ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ഓ മൈ ഗോഡ്, അമ്മ എന്നെ എനിക്ക് ഈ സൗണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്താ മിച്ചർ സാപ്പിടുന്നത്, ലേസ് കരപുറുന്ന ആ സൗണ്ട് ഇഷ്ടമല്ല. അത് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വേണമെങ്കിൽ എന്റെ കാതിന്റെ അടുത്ത് വന്ന് ചെയ്ത് ഞാൻ അത് കൊറേ ചീത്തയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മ അത് വിടയില്ല. തിരിച്ച് ഇന്നേക്കൂടെ ചെയ്തു കാലത്ത്. അത് ചെയ്തിട്ടിരിക്കും. അതെനിക്ക് ടെൻഷനാവും. അമ്മേനല്ല ആര് ചെയ്തോളൂ ടെൻഷൻ. അതെല്ലേ? അത് ശരി. അപ്പൊ ഇനി ശ്രീതുവിന്റെ ദേഷ്യം പിടിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ധൈര്യമായി വരിക. കുറച്ച് മിക്സറോ ലേസോ ഒക്കെ എടുത്തുകൊണ്ട് സത്യം. അല്ല, അമ്മേനെ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പൊ കൂടുതൽ സമയം ഫോൺ കുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോ അമ്മമാർക്ക് ദേഷ്യം വരും. ചേച്ചി അമ്മ അങ്ങനെ ഒന്നും ഇല്ല. അല്ലെങ്കിൽ കൂടുതൽ ടൈം അമ്മേനോട് സംസാരിക്കാതെ ഫുൾ ടൈം ഫോണിലും വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നോർമൽ എല്ലാ വീട്ടിലും നടക്കുന്നത്. ഫോൺ ഇപ്പൊ അവര് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ ഇത് ചെയ്തിട്ടുന്ന ടെൻഷനാവും. എല്ലാവരും ആവും. ഞാൻ കൂടെ ആവും. ഞാൻ എന്തെങ്കിലും പറയുന്ന സമയത്ത് എന്റെ അമ്മ ഇങ്ങനെ വെച്ചിട്ട് ഹെഡ്ഫോൺ ഇട്ടിട്ട് കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം ഞാൻ പറഞ്ഞതാ വേസ്റ്റ് ആയോ. അത്രേ ഉള്ളൂ. ഈ ഷോർട്ട് ടെമ്പർ ആണെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഷോർട്ട് ടെമ്പർ ആവുന്നത്? ഐ മീൻ ഷോർട്ട് ടെമ്പർ മീൻസ് എനിക്ക് റെസ്പെക്ട് വന്നില്ലെങ്കിൽ എനിക്കത് ദേഷ്യം വരും. സോ അത് ഒരു റെസ്പെക്ട് എനിക്ക് വേണം. ഞാനും റെസ്പെക്ട് കൊടുക്കും. പക്ഷെ അവിടെ എനിക്കും അത് വേണം. അത് ഇല്ലെങ്കിൽ എനിക്കത് ദേഷ്യം വരും. ഒന്ന് ഇന്നൊന്ന് നോർമൽ ഈ എന്ത് പറയണത്, പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയത്തിന് വരും. അത് എനിക്കേ അറിയില്ല. പെട്ടെന്ന് അത് റൈസ് ആവണത്. അതുപോലെ ശ്രീതുല് ഞാൻ നോട്ടീസ് ചെയ്ത വേറെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ കൂടുതൽ ആൾക്കാർക്കും നമ്മളിപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ നല്ല ചൂടുള്ള എന്താ പറയാ മൊത്തത്തിലുള്ള വെതറൊക്കെ ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ആൾക്കാർക്ക് കാറിൽ ട്രാവൽ ചെയ്യാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷെ ശ്രീതു അങ്ങനെയല്ല. ശ്രീതു ഒരു ബൈക്കർ ഗേൾ ആണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് എനിക്കുള്ളത് കാറാണ്. അതിലല്ലേ ഞാൻ പോയിട്ട് വരുന്നത്. അതുകൊണ്ടാന്ന് തോന്നുന്നത് ബൈക്കിനോട് വല്ലാത്ത ക്രൈസ് ആണ്. ഇഷ്ടമുള്ള ബൈക്കുകാരോ? ദുക്കാറ്റിയും പൾസറും എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ദുക്കാറ്റിന്ന് പറഞ്ഞിട്ട് എന്നാലും ബൈക്ക് ഡ്രൈവ് ചെയ്യാനോ ബൈക്ക് റൈഡ് ചെയ്യാനൊക്കെ പഠിച്ചോ? എനിക്ക് ആശ, പക്ഷെ ടൈം ഇല്ല. ആണോ? അല്ല, ഇപ്പൊ ഇവിടെയൊക്കെ വന്നിരുന്ന ഏതെങ്കിലും ഒരു ദിവസം ഫ്രീ ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ബൈക്ക് തരില്ല എന്നെ നമ്പി. അതൊരു വിഷയമുണ്ട്. എന്നെ നമ്പി കൊടുക്കില്ല ബൈക്ക്. വെരി ഗുഡ്. അല്ല, ഈ സീരിയൽ ആദ്യം മലയാളത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാന്നുള്ളതായിരുന്നു ആഗ്രഹം എന്ന് ഞാൻ അറിഞ്ഞു. കറക്റ്റാ ചോദിച്ചു ഒരുത്തർ വരുമ്പോ. ഇല്ല, ഫസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി പോകണം. പ്രൊഡക്ഷൻ കൺട്രോളർ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാന്നുള്ളതായിരുന്നു ആഗ്രഹം. ഇല്ല, എല്ലാവർക്കും അറിഞ്ഞു ഞാൻ ഓടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചപ്പെട്ടു എന്ന് എല്ലാവർക്കും അറിഞ്ഞു. എന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആണോ ഇവിടെ പിടിച്ചു നിർത്തിയത്? അയ്യ, അതല്ല. നിങ്ങളൊന്ന് അപ്പടിയെല്ലാം ചൊല്ലാൻ പറ്റില്ല. ഞാന് ഓക്കെ, എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് മലയാളത്തിൽ ഇങ്ങനെയാണെന്ന്.